never mind. ഈ നെവർ മൈൻഡ് എന്നുള്ള സംഭവം എന്നെ കർത്താവ് നേരിട്ട് പഠിപ്പിച്ചൊരു കാര്യമാണ്. ये never mind जो परमेश्वर ने मुझे डायरेक्ट मुझे सिखाया है. ഞങ്ങൾ ദുബൈയിലെ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്ന സമയം, हम दुबई में जब ब्लैक लिस्ट में थे, അതിനുശേഷമാണ് എന്നെ ജയിലിലൊക്കെ അടച്ചവർ. उसके बाद मुझे जेल में डाला गया था. ഒരു ദിവസം വീട്ടിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ एक बार जब मैं घर पर आ रहा था, എൻ്റെ വൈഫിന്റെ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് വർഷങ്ങളായിട്ട്. मेरी वाइफ की माता हमारे साथ सालों से है. പപ്പ ഇല്ല, മരിച്ചുപോയി പപ്പ. पापा नहीं है, उनके देहांत हो चुकी है, വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെയാണ് മാതാവ്. इसलिए माता सालों से हमारे അപ്പോൾ साथ ഈ है. മാതാവ് വന്ന് കയറി എന്നോട് പറഞ്ഞു, മോനെ സാമോനെ, तो जब भी जैसे ही माता घर पर आए तो कहा कि बेटा साम, നീ അവിടെ തലയിലൊന്ന് നോക്കിക്കേ. तू उसके सर पर जरा देख. ഞാൻ പറഞ്ഞു, എന്തോ അമ്മി? क्या हुआ मम्मी? നീ തൊട്ട് നോക്ക്. तू छू कर देख. ഞാൻ എൻ്റെ വൈഫിന്റെ തലയിലൊന്ന് തലോടി. तो मैंने मेरे वाइफ के सर पर हाथ रखा. ഒന്നാമത്തെ മുഴ ഇവിടെ, आमीन. पहला एक सिस्ट था वो यहाँ पे, രണ്ടാമത്തെ മുഴ ഇവിടെ, दूसरा इस तरफ पे, മൂന്നാമത് ഇവിടെ ഒരെണ്ണം, तीसरा भी इधर, നാലാമത് ഇവിടെ, चौथा इधर, അഞ്ചാമത് ഇവിടെ. पांचवा इधर. 5 മുഴ തലയിൽ. 5 ट्यूमर्स उनके सर पर थे. ഞാൻ ചോദിച്ചു, എന്തുവാ ഇത് റീന? ഞാനിത് കണ്ടില്ല, എന്തോ ഇതെപ്പോഴാണ് ഇത് ഉണ്ടായത്? मैंने उनसे पूछा कि ये कब हुआ, मैंने देखा नहीं, ये कब हुआ? ഓ, ഞാനിതൊന്നും കാര്യമാക്കിയില്ല സമച്ച, ഞാനിതുകൊണ്ട് വലിയ മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. तो उसने कहा कि मैंने भी इसको बड़ा ध्यान नहीं दिया, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഒരു സീനും ഉണ്ടാക്കിയില്ല. मैं उनके सामने वहाँ पर कोई सीन नहीं किया. ഞാൻ ഏത് സമയത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ദൈവസന്നിധി മുട്ടുമടക്കും. अब मुझे जीवन में कभी भी कोई दिक्कत आती है, मैं सीधा घुटना टेकता हूँ यीशु के सन्निधि में. वो मेरी आदत है. പക്ഷെ എന്റെ മുട്ടുമടക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് ഒരു കളി കളിച്ചു. लेकिन मेरा घुटना टिकने को बंद करने के लिए शैतान ने गेम खेला. ഇപ്പൊ എനിക്ക് മുട്ടുമടക്കാൻ പറ്റത്തില്ല. अभी मैं घुटना नहीं टेक सकता. എന്റെ കാലിനകത്ത് പ്ലേറ്റ് കിടക്കുന്നതുകൊണ്ട് മുട്ട് ഇതിൽ കൂടുതൽ മടങ്ങത്തില്ല. मेरे पाँव के में प्लेट है तो इससे ज्यादा फोल्ड नहीं होता है. മുട്ടുമടക്കുന്നവന് മുന്നിൽ സകല ശക്തിയെ മുട്ടുമടക്കും. आमीन. जो घुटना टेकता है उसके सामने सारी ताकतें घुटना टेकती है. മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. घुटना टेक कर प्रार्थना करना है. നിന്റെ മുട്ടിന് വേദന ഉണ്ട്, ഓർത്തോ, നീ മുട്ടുമടക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. आमीन. आपके घुटना टेकने में अगर दर्द है तो सोच लो, अगर आप घुटना टेकेंगे तो നീ अद्भुत ദേശത്ത് होगा. മുട്ടുമടക്കിയാൽ ഇവിടുത്തെ ശക്തി ദേശത്ത് മുട്ടുമടക്കും. आप अगर घुटना टेकने को इस देश में तैयार है तो इस देश की ताकतें आपके सामने घुटना टेकेगी. ഞാൻ അകത്ത് പോയി മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു, मैं अंदर जाकर घुटना टेक कर पूछा, यीशु എന്റെ ഭാര്യ ദൈവം എനിക്ക് തന്നതാണ്. मेरी पत्नी परमेश्वर ने मुझे दिया है. ഞാൻ ഭോപ്പാലിൽ പോയിട്ടേ ഇല്ല. मैं भोपाल में गया ही नहीं हूँ. ഭോപ്പാലില് ഒരിക്കൽ പോലും പോകാത്ത ഞാൻ ഭോപ്പാലിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കും. मैं एक बार भी भोपाल गया नहीं, बट भोपाल की लड़की से मेरी शादी हुई है. എബിയുടെ ചർച്ചിലൊക്കെ എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു. എബിയുടെ ചർച്ചിൽ, എബി ബ്രദറിന്റെ ചർച്ചിൽ എൻ്റെ പപ്പ പാസ്റ്റായിട്ടിരുന്നുണ്ട്. एबी ब्रदर के चर्च में पास्टर के जो पापा थे वो पासवान थे. അവരുടെ ചർച്ചിൽ വെച്ചാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. उनके चर्च में मेरी शादी होती है. അവരുടെ നാട്ടുകാരിയാണ് എൻ്റെ ഭാര്യ. उनके जो गांव की लड़की है उनकी पत्नी, അവരുടെ വല്യപ്പച്ചന്മാരെല്ലാം ആ നാട്ടുകാരിയാണ്. उनके जो भी दादा है सब वहाँ के हैं. അപ്പോൾ ഞാൻ ഒരിക്കൽ പോലും പോകാത്ത ഭോപ്പാലിൽ നിന്നാണ് ഞാൻ കല്യാണം तो കഴിച്ചത്. एक बार भी जो मैं नहीं गया था भोपाल में, वहाँ से मुझे मेरी അപ്പോൾ शादी എനിക്ക് हुई. എൻ്റെ ദൈവത്തിനോട് 100% ഉറപ്പ് പറയാം, നീ എനിക്ക് നൽകി തന്ന ഭാര്യയ്ക്ക് എന്തുവാ? Amen. तो मैं परमेश्वर से पूछ सकता हूँ कि तो पत्नी जो तूने मुझे दिया है उसको क्या है? ഇപ്പോഴത്തെ പിള്ളേരുടെ ചോദ്യം, പ്രേമിച്ച് കിട്ടുന്നതിന് കുഴപ്പമുണ്ടോ പാസ്റ്ററെ? अभी के बच्चे लोग पूछते हैं कि लव मैरिज करने से कोई प्रॉब्लम है क्या पास्टर? ഒരു കുഴപ്പമില്ല, ഉത്തരവാദിത്തം മുഴുവൻ നിനക്ക് അത്രേ ഉള്ളൂ. कोई दिक्कत नहीं है, सारी जिम्मेदारी ले लेना, बस वही है. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അങ്ങോട്ട് വരണ്ട, നീ തന്നെ തീർത്താ മതി. जो होगा दिक्कत खुद उठा लेना, ऊपर बोलने की പക്ഷെ जरूरत नहीं. ദൈവം നിന്റെ മാതാപിതാക്കളിൽ കൂടെ നിനക്ക് തരുന്നതിന് ഉത്തരവാദിത്തം ദൈവത്തിനാ. लेकिन अगर यीशु परमेश्वर आपके माता पिता के द्वारा अगर आपको देता है तो उसकी जिम्मेदारी परमेश्वर ഞാൻ എൻ്റെ करेगा. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭാര്യയുടെ തലയിൽ എന്താപ്പാ? मैंने परमेश्वर से पूछा, परमेश्वर मेरी पत्नी के सर पर क्या है अब्बा? ഞാൻ വിചാരിച്ചു വലിയ കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്ന വിചാരിച്ചത്. मुझे लगा परमेश्वर बहुत बड़ा बातें ഒറ്റ करेगा. വാക്കേ പറഞ്ഞോളൂ, परमेश्वर सिर्फ एक ही बात कहा, നെവർ മൈൻഡ്. नेवर माइंड. आमेन. हालेलुया. आमेन आमेन आमेन. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ കേട്ടോ. ये एक क्रिश्चियन का बेस है, फाउंडेशन है. നെവർ മൈൻഡ്. नेवर माइंड. മോശ കാര്യമാക്കിയില്ലെന്ന് मूसा ने ध्यान नहीं दिया, യോശുവ കാര്യമാക്കിയില്ല, जोशुआ ने ध्यान नहीं दिया, യെശയ്യാവും ഇരമ്യാവും കാര്യമാക്കിയില്ല, यशायाह और यिर्मयाह ने ध्यान नहीं दिया, ദാനിയേലും ചന്ദ്രക്കബേ ശബേദ്രവും കാര്യമാക്കിയില്ല, दानियेल शद्रक मेशक अबेदनगो ने भी उसको ध्यान नहीं दिया, പത്രോസ് യോഹന്നാൻ പൗലോസ് കാര്യമാക്കിയില്ല. पत्रस यूहन्ना ने भी उसका ध्यान नहीं दिया. അതുകൊണ്ട് അവരുടെ മുന്നിൽ പൊങ്ങി വന്ന സകലത മുട്ടുമടക്കി आमीन. इसके लिए उनके सामने उठ खड़े होने वाली सारी ताकतें उनके सामने घुटना टेका. നമ്മൾ കാര്യമാക്കുന്നത് കൊണ്ട് പിടിമുറുക്കുന്നു. अगर हम उसके पीछे ध्यान देने चाहते हैं, इसलिए शैतान की ताकत वो अपनी എന്നോട് बंधन കർത്താവ് को പറഞ്ഞു, और बांधता है. നെവർ മൈൻഡ്.
प्रभु ने मुझसे कहा नेवर माइंड। ഇത് തന്നെയാണ് അവിടെയും കർത്താവ് ഈ പള്ളിപ്രവചനം നെവർ മൈൻഡ്, നീ കാര്യമാക്കരുത്. यही उधर भी कहा था आराधनालय के सरदार से कि नेवर माइंड। ഞാൻ എൻ്റെ ഭാര്യയുടെ വന്നിട്ട് പറഞ്ഞു, റീന എന്നോട് കർത്താവ് പറയുന്നത് നെവർ മൈൻഡ്. आमीन। मैंने अपनी पत्नी से आकर कहा रीना प्रभु कह रहा है कि नेवर माइंड। അവൾ എന്നോട് പറഞ്ഞു, സാമച്ച ഞാൻ ഓൾറെഡി മൈൻഡ് ചെയ്യുന്നില്ല. आमीन। उन्होंने कहा कि समाचार मैंने ऑलरेडी वो माइंड नहीं किया है। Praise the Lord. आमीन। ഞങ്ങൾ ഇത് പറയുന്നത് കേട്ടോ, മമ്മി അവിടെ ഇരിപ്പുണ്ട്. हम ये सुनते हुए मम्मी वहां पर बैठी हुई है। മമ്മി പറഞ്ഞു, നിങ്ങൾ മൈൻഡ് ചെയ്യുവോ മൈൻഡ് ചെയ്യാതിരിക്കുവോ? मम्मी ने कहा कि आप माइंड करें चाहे माइंड ना करें, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തു. लेकिन मैं माइंड करूंगी। ഇപ്പൊ എന്റെ മോളെയും കൊണ്ട് പോകണം. मेरी बेटी को अभी यहाँ से लेकर जाना है। ദൈവമക്കളെ, അമ്മയുടെ അവിശ്വാസം ഒന്നുമല്ലത്, देखो अम्मा का विश्वास नहीं है, ये സ്നേഹമാണത്. वो उनका प्रेम है। നമ്മളാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. हम होते तो भी ऐसा ही करते। ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, മമ്മി കാര്യമാക്കണ്ട മമ്മി, നമ്മൾ കർത്താവിൽ വിശ്വസിക്കേ. मैंने कहा कि मम्मी इसको माइंड मत करो, मम्मी परमेश्वर पर विश्वास करो। മമ്മി പറഞ്ഞു, നീ വിശ്വസിച്ചോ കുഴപ്പമൊന്നുമില്ല, എന്റെ കൊച്ചിനെ കൊണ്ട് ഇപ്പം പോയില്ല, ഞാൻ പോകും. मम्मी ने कहा कि तू विश्वास कर ले, मुझे कोई परवाह नहीं, बट मेरी बेटी को लेकर मैं अभी जाऊंगा। എന്താണെങ്കിലും പിടി ജയിച്ചു. ഞാൻ മമ്മിയും റീനയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. जो भी है मम्मी ने जीता, मैंने रीना को भी लेकर हॉस्पिटल में ഹോസ്പിറ്റലിൽ ചെന്നു ദുബൈയിൽ. NSC हॉस्पिटल में गए दुबई में। അവരെന്തോ തലയിലൊക്കെ നോക്കി. उन्होंने कुछ तो सर पे जांच അപ്പൊ എന്നോട് किया। ഡോക്ടർ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല, तो डॉक्टर ने मुझे बुलाकर कहा कि कुछ डरने का नहीं है, ഇത് കൊളസ്ട്രോൾ ഗ്രോത്ത് ആണ്, ഒന്നും പേടിക്കാനില്ല. ये कोलेस्ट्रॉल ग्रोथ है, कुछ डरने को नहीं എനിക്ക് है। സന്തോഷമായി, റീനയ്ക്ക് സന്തോഷമായി, മമ്മിക്ക് സന്തോഷം. मैं खुश हुआ, रीना भी खुश हुई, मम्मी भी खुश हुई। എന്നാ പിന്നെ ഓക്കെ സാറേ, അവരുടെ പൈസയും പേ ചെയ്തു. तो उनका पैसा भी हमने पे कर दिया। ലിഫ്റ്റിൽ നിൽക്കുകയാണ് താഴോട്ട് പോകാൻ വേണ്ടി. हम लिफ्ट पर खड़े हैं नीचे जाने के അപ്പൊ लिए। ഡോക്ടർ വന്നിട്ട്, ആ മിസ്റ്റർ സാമുവൽ പ്ലീസ് കം. डॉक्टर आकर वापस बुलाया कि अवर मिस्टर बोट, अवर सैमुअल बोट, आने अवर दो, बोट, उनको जाने दो, अवर बोट, उनको जाने दो, आप आ जाओ वापस। അപ്പൊ ഞാൻ നിങ്ങൾ പോയിക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. तो मैंने कहा आप लोग जाओ, मैं आता हूँ। എന്നെ വിളിച്ചോണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു, मुझे अकेले ले जाकर मुझसे कहा, അവളുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, मैंने उनके सामने नहीं कहा, തലയിൽ 5 ട്യൂമറാണ്. सर पर 5 ट्यूमर है। ഇത് ഇനിയും വളരുന്നുണ്ടോ എന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. ये बढ़ रहा है क्या, वो तुमको ध्यान देना है। തലമുടിയുടെ മുകളിൽ വളർന്നു വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തോണം. अगर बाल के ऊपर अगर उसका ग्रोथ होता है तो जल्दी से एडमिट कर देना। 1% പോലും ഹോപ്പില്ല. 1% भी होप नहीं है। ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിലോട്ട് ആ മനുഷ്യൻ തീയിട്ടു. प्रियो, मेरे हृदय के अंदर उस मनुष्य ने आग डाल दिया। അവർക്കിതൊന്നും അറിയത്തില്ല. वो ये कुछ नहीं जानते थे। ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിങ്ങനെ തിങ്ങുകയാണ്. मैं घर पर आकर मेरा हृदय ऐसा घबरा रहा था। എൻ്റെ വൈഫിനോ എൻ്റെ മമ്മിക്കോ ഒന്നും അറിയത്തില്ല. मैंने वाइफ को और मम्मी को कुछ बताया ഞാൻ नहीं। ഒരാഴ്ച ഇങ്ങനെ വാച്ച് ചെയ്തു. मैं 1 हफ्ता ध्यान से देखा। തലമുടിക്ക് താഴെ നിന്നിരുന്ന ആ ട്യൂമർ തലമുടിക്ക് മുകളിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞു. मैं जो बाल के नीचे था ट्यूमर, वो बाल के ऊपर ग्रोथ होने लगा। അപ്പൊ എനിക്ക് മനസ്സിലായി अब मैं പ്രശ്നമായി. समझ गया कि अब दिक्कत है। ഹല്ലേലൂയ. നമ്മൾ കാര്യമാക്കിയില്ല, हमने ध्यान नहीं दिया, പക്ഷെ ഡോക്ടേഴ്സ് കാര്യമാക്കും, लेकिन डॉक्टर्स जो है वो उसको माइंड करेंगे, പബ്ലിക് കാര്യമാക്കും കേട്ടോ. सोसाइटी माइंड करेंगे। ഹല്ലേലൂയ. हालेलुया। ദൈവമക്കളെ, ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, मैंने मेरे प्रभु से कहा, കർത്താവേ, എനിക്കറിയണം എൻ്റെ ഭാര്യയ്ക്ക് എന്താണ്. परमेश्वर मुझे जानना है कि मेरी पत्नी को क्या है। ഇത് ആകപ്പാടെ പ്രശ്നമായി കർത്താവേ, എനിക്ക് എന്നോട് എന്തെങ്കിലും പറ ये तो കർത്താവേ. बहुत बड़ी परेशानी में हो गए हम लोग। प्रभु तो कुछ तो വീണ്ടും कह दे കർത്താവ് പറഞ്ഞു, मुझसे। never mind. फिर से परमेश्वर ने वही कहा कि ഞാൻ नेवर പറഞ്ഞു, माइंड। ഞാൻ സമ്മതിക്കത്തില്ല. मैंने कहा नहीं, अब मैं छोड़ूंगा ഞാൻ ഈ नहीं, മുറി വിട്ട് പുറത്തു मैं പോകില്ല. ये कमरे छोड़कर बाहर नहीं जाऊंगा। രാവിലെ പറഞ്ഞ പോലെ ഞാനും കർത്താവോട്ട് ഭയങ്കര ബഹളമായി അവിടെ കിടന്നു. जैसे पास सुबह कहा, मैं और परमेश्वर बहुत बड़ा बात करने लगा, यहाँ परमेश्वर मुरी के साथ बिट्टू झगड़ा बहुत करने अच्छे लगा। मैंने कहा कि मैं कमरा छोड़कर जाऊंगा नहीं, എന്നോട് പറയണം ഇതിന്റെ അർത്ഥം എന്നാന്നുള്ള കാര്യം. मुझको बता के दो कि इसका मतलब क्या है। എന്നോട് കർത്താവ് പറഞ്ഞു, मुझसे परमेश्वर ने कहा, നീ ഭിന്നാകാരമായിരുന്നപ്പോൾ, जब तू माता के गर्भ कोख में था, ഒന്നുമില്ലാതിരുന്നപ്പോൾ, जब तू कुछ भी नहीं था, ഓ നിന്നെ കുറിച്ച് നിന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ എന്റെ പുസ്തകത്തിൽ तेरे എഴുതിയിട്ടുണ്ട്. बारे में, तेरी पत्नी के बारे में मेरे पुस्तक पर लिख के रखा എടാ, है। നിന്റെ ഭാര്യക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? तेरी पत्नी अभी कितनी उम्र की है? ഞാൻ പറഞ്ഞു, കർത്താവേ 35 വയസ്സ്. मैंने कहा कि 35 उम्र। എടാ, ഞാൻ അവക്കൊരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. मैंने उसके लिए एक आयु निश्चय करके ആ रखा है। ആയുസ് വെട്ടിത്തിരുത്തിയിട്ട് 35ാമത്തെ വയസ്സിൽ പെട്ടിയിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ശക്തി ഉണ്ടോടാ? आमीन। उस उम्र को वहां से काट कर हटा कर 35वें उम्र पर कफिन में रखने वाला कोई भी ताकत है क्या? ഇല്ലപ്പാ. मैंने कहा नहीं अब्बा। അങ്ങനാണെങ്കിൽ നീ പ്രഖ്യാപിക്ക്, ആമേൻ. വേര് പറഞ്ഞു പോകാൻ പോവാ കാട്ടത്തെ. आमीन। तो भी परमेश्वर ने कहा ऐसा है तो तू घोषणा करने लग जा, वो जड़ के साथ उखड़ने वाला है। നീ പ്രഖ്യാപിക്കുമ്പോൾ മല പോലെ നിൽക്കുന്ന
കിടക്കുന്ന ആ മഹാപർവ്വതം സമുദ്രത്തിൽ जब മാറിപ്പോകും. तुम घोषणा करोगे तो उस महान पर्वत भी समतल हो जाएगी. ദൈവമക്കളെ, ഞാനും എന്റെ വൈഫും കരം പിടിച്ചു. मैं और मेरी पत्नी हाथ पकड़ा. ഞങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തി. हम जो है घोषणा करने ഞങ്ങൾ लगे. ദൈവത്തിന്റെ മന്ദിരമാണ്. हम परमेश्वर के मंदिर है. ഞങ്ങളുടെ മേൽ തൊടാൻ ഒരു ശക്തിക്കും അധികാരമില്ല. हमारे अंदर कोई शैतान की ताकत छू नहीं ഒരു सकता. രോഗബന്ധനത്തിനും ഞങ്ങളുടെ മേൽ അധികാരമില്ല. कोई बीमारी की मेरे ऊपर अधिकार नहीं है. ദൈവം നിശ്ചയിച്ച ആയുസ്സ് വരെ ഞങ്ങൾ ജീവിക്കും. परमेश्वर ने निश्चय किया हुआ आयु तक मैं जीवित रहूंगा. ഹല്ലേലൂയ. हालेलुया. ഈ പ്രഖ്യാപനത്തിന്റെ മുന്നിൽ ये घोषणा के सामने ആ ട്യൂമറുകൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. वो ट्यूमर वहां पर खड़े नहीं हो അത് पाई. വേര് പറയാൻ തുടങ്ങി. उसका जड़ उखड़ने लगा. രാവിലെ സഭായോഗത്തിന് പോകാൻ വേണ്ടി പല്ല് തേച്ചോണ്ടിരിക്കുകയാണ്. सुबह हम सभा की आराधना में जाने के लिए अपने दांत का मंजन कर रहे थे. അകത്ത് കയറിയിരിക്കുക. बाथरूम बंद करके अंदर बैठा है. കൈകൂടി ജീവി കെട്ടിയപ്പോൾ തലയിലെ മുടയെല്ലാം പൊങ്ങി നിപ്പുണ്ട്. बाल जब बना रहे थे तो पूरी ट्यूमर्स बाहर दिख रहा था ऊपर. പെട്ടെന്ന് ബാത്റൂമിനകത്തൊരു ശബ്ദം. जल्दी से बाथरूम के अंदर एक आवाज ഒരു आई. നിലവിളി ഉയർന്നു. एक पुकारने की आवाज उठी. എന്തെന്നൊന്നും മനസ്സിലാകുന്നില്ല. क्या है वो समझा नहीं. പെട്ടെന്ന് ഓറിൽ ഞാൻ കൊട്ടാൻ തുടങ്ങി. जल्दी से मैंने डोर में खटखटाने അവൾ लगा. പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ वो जल्दी से डोर खोल कर जब കണ്ണൊക്കെ बाहर आई, പിടിച്ചിരിക്കുന്നു. आंखें पूरा ഞാൻ उसका. ചോദിച്ചു എന്തു പറ്റി? मैंने पूछा क्या हुआ. സാമച്ചാ ഇതിന്റെ അകത്ത് ഇടിമിന്നി. आमीन. पुलिया समझा. मिली। इसके अंदर जो है वो बिजली खड़की. ഞാൻ പറഞ്ഞു ഇവിടെ പുറത്തൊരു ഇടിയും കൊല്ലാനും ഇല്ലായിരുന്നു. यहाँ पर तो बाहर कोई बिजली तो नहीं हो रही थी. ദൈവത്തിന്റെ ശബ്ദമകത്ത് മുഴങ്ങി. परमेश्वर की ध्वनि ഞാൻ अंदर നിന്നെ आई. സൗഖ്യമാക്കുന്ന ഗോപയാകുന്നു. मैं तुझे चंगा करने वाला എനിക്ക് കഴിയാത്ത परमेश्वर വല്ല हूँ. കാര്യമുണ്ടോ? मुझसे असंभव कुछ बात है क्या. On the spot തലയിലെ മുഴ കരിഞ്ഞു പോയി. आमीन. ऑन द स्पॉट उनके सर का ट्यूमर पूरा जल गया. നീ കൽപ്പിക്കുമ്പോൾ, നീ പറയുമ്പോൾ നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. आप जब घोषणा करोगे, आप जुबान से जब कहोगे, आपकी बीमारी की बंधनें खुल जाएगी. നീ പറയുമ്പോൾ മരണം മാറിപ്പോകും. आप जब कहोगे तो मृत्यु हट जाएगी. നീ നിന്റെ തലമുറയുടെ തലയെ കൈവച്ച് പറയുമ്പോൾ അവിടെ ബുദ്ധിമണ്ഡലത്തിലെ കെട്ട് മാറിപ്പോകും. आप आपके पीढ़ी के ऊपर सर रख हाथ रख कर कहोगे तो उनके दिमाग को बांधा हुआ बंधनें खुल जाएगी. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിന്റെ മേൽ പകർന്നിരിക്കുന്നത് നിന്റെ നാവിൽ കൂടെ വരുന്ന ശബ്ദം അത് ക്രിയേറ്റ് ചെയ്യപ്പെടും. आमीन. पवित्र आत्मा की अत्यंत शक्ति जब जुबान से कहोगे तो उसकी सामर्थ्य वहां पर क्रिएट करेगी. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭയം പോലും മാറിപ്പോകട്ടെ. आज के शाम के समय आपका भय दूर होने നിങ്ങളെ दे. ഭയപ്പെടുന്ന റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. आपको जो भय ഭയപ്പെടുന്ന दिलाने റിപ്പോർട്ട് നിങ്ങളുടെ वाला കയ്യിലുണ്ട്. रिपोर्ट आपके पास में होगा. ഭയപ്പെടുന്ന ഡോക്ടേഴ്സിന്റെ വാക്ക് നിങ്ങളുടെ ചെവി മുഴങ്ങുന്നുണ്ട്. डॉक्टर्स का शब्द जो आपको भय दिलाती है वो आपके तल्लिकला, कानों में गूंज रहा തള്ളിക്കള, होगा. തള്ളിക്കള. उसे फेंक दो, Reject हटा किए. दो, उसे रिजेक्ट कर दो. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. परमेश्वर हम प्रजा के लिए प्रार्थना करते हैं. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. परमेश्वर की उपस्थिति यहाँ पर मंडरा रही है. നിങ്ങളുടെ ഭയം മാറിപ്പോകട്ടെ. आपका भय हटने दे. റിജക്ട് ചെയ്യേ, റിജക്ട് ചെയ്യേ. रिजेक्ट कर दो भय को. എന്നെ തൊടാൻ रिजेक्ट പിശാച് कर നിനക്ക് दो. കഴിയത്തില്ല. शैतान तो मुझे छू नहीं सकता. ഒരു രോഗബന്ധനത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല. कोई बीमारी की शक्ति मुझे छू नहीं सकती. ഓ അഭിഷേകത്തിന്റെ തീരത്ത് കത്തിയിറങ്ങുക. പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിന്റെ മേൽ മുട്ടുമടക്കുക. Yes, amen. ഓ शैतान की मंडलियां യേശുവിന്റെ നാമത്തിൽ, यीशु യേശുവിന്റെ നാമത്തിൽ के नाम ദൈവ से സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. परमेश्वर की उपस्थिति यहाँ मंडरा रही है. നിന്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ നിന്റെ തലമുറയുടെ കെട്ടുകളെ അഴിച്ചു കളയും. आपके जुबान से निकलने वाले शब्द आपकी पीढ़ी की बंधनों को खोल देगा. रेखे मानवा रशदल खमने. धन्यवाद प्रभु जी. നീ നെഗറ്റീവ് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ നെഗറ്റീവ് കളിക്കും. अगर आप जुबान से नकारात्मक बातों कहोगे, नेगेटिव कहोगे तो आपके घर के अंदर नेगेटिव बातें होगी. നെഗറ്റീവ് പറയരുത്. नेगेटिव बोलना छोड़ दो. ഈ ലോകം നെഗറ്റീവ് പറയും. दुनिया नेगेटिव बोलेगी. ഡോക്ടേഴ്സ് നെഗറ്റീവ് പറയും. डॉक्टर्स नेगेटिव बोलेगा.
നമ്മുടെ നാവിൽ ജീവനും Amen. മരണമുണ്ട്. हमारे जुबान पर ही जीवन और मृत्यु है. പ്രാർത്ഥിക്കാം प्रार्थना करेंगे. കർത്താവേ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. परमेश्वर इस प्रजा के लिए हम प्रार्थना അവിടുത്തെ करते हैं. അദൃശ്യമായ കരം ചലിക്കുന്നതിനായി സ്തോത്രം. आपकी अदृश्य हाथ यहाँ पर चल रही है. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. यीशु के नाम के सामत मंडराने രോഗങ്ങൾ दे. സൗഖ്യമാകുന്നു. बीमारियां चंगे होने दे. എല്ലാ മാനസിക ചിന്തകളും മാറി हर പോകട്ടെ. प्रकार की मानसिक व्याकुलताएं हटने दे. എല്ലാ ഡിപ്രഷൻസ് മാറി हर പോകട്ടെ. डिप्रेशन हटने दे. എല്ലാ ഫിയർ മാറി പോകട്ടെ. हर डर हटने दे. ഡോക്ടർമാരുടെ വിധികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. डॉक्टर ने लिखा हुआ विधियों को हम यीशु के नाम से खंडन करते കോർട്ടിന്റെ हैं. വിധികളെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. डॉक्टर्स की विधियों को हम कैंसिल करते हैं. കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ദുഷ്ടപിശാചിന്റെ വിധികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. परिवार को भटकाने वाली आमेन हर पद्धतियों को हम कैंसिल करते हैं. എല്ലാ കടഭാരങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. हर कर्जदार जो है कर्ज हम कैंसिल करते हैं. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. यीशु के नाम से ऐसा हुआ. धन्यवाद. വിടുതൽ കർത്താവ് അയച്ചതിനായി സ്തോത്രം. छुटकारा यीशु ने भेजा. അത്ഭുതങ്ങൾ धन्यवाद. സംഭവിക്കുന്നതിനായി സ്തോത്രം. अद्भुत प्रकट हो रही है. धन्यवाद.